നമസ്കാരം, വിനോദ് കുമാർ. ഇംഗ്ലീഷ് കോൺസണന്റ് സൗണ്ട്സിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് പ്രധാനമായും. ഒന്ന് വോയിസ്ഡ് കോൺസണൻസും ഒന്ന് അൺവോയിസ്ഡ് കോൺസണൻസും, അല്ലെങ്കിൽ വോയിസ്ഡ് കോൺസണൻസും വോയിസ്ലെസ് കോൺസണൻസും. നമ്മൾ ചില സൗണ്ട്സ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വോയിസ്ഡ് എന്ന് പറയുന്നത്. വോക്കൽ കോഡ്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. ഉദാഹരണത്തിന് ബിയുടെ ഇംഗ്ലീഷ് ലെറ്റർ ബിയുടെ ബ് എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ തൊണ്ടയിൽ വെച്ച് നോക്കിയാൽ, ലാരിങ്സിൽ വെച്ച് നോക്കിയാൽ ബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു മുരള് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ കാണും. അതുകൊണ്ട് അത് വോയിസ്ഡ് സൗണ്ട് ആണ്. പക്ഷെ അതേസമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ലെറ്റർ പി പറയുമ്പോൾ പി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വിരൽ വെച്ച് നോക്കിയാൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ഒരു മുരളലോ ഒരു ഘർഷണമോ ഒരു ഫ്രിക്ഷനോ അനുഭവപ്പെടില്ല. കാരണം പി എന്ന് പറയുമ്പോൾ എയർ ഫ്ലോ പുറത്തേക്ക് പോകുന്നു. അതൊരു വോയിസ്ലെസ് സൗണ്ട് ആണ്. അങ്ങനെ ഏതൊക്കെയാണ് വോയിസ്ഡ് സൗണ്ട് എന്നും ഏതൊക്കെയാണ് വോയിസ്ലെസ് സൗണ്ട്സ് എന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് കോൺസണൻസിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.